നമ്മള് ചില പ്രോപ്പർട്ടി പ്രൈസുകളൊക്കെ സ്ഥലത്തിന്റെ വാല്യൂ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റില്ല മോണിറ്ററി യൂണിറ്റ്. When the angel curve is negatively sloped, the commodity is. Hi, hello, welcome you all to Entria. I am Kavya. അപ്പൊ സെറ്റ് എക്കണോമിക്സിന്റെ 100 MCQ 100 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ. അധ്യാപകരാവാൻ എക്സ്പെഷ്യലി വൊക്കേഷണൽ ഹയർ സെക്കൻഡറികളിലും അതേപോലെ HSST ആവാനും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ആവശ്യമായിട്ടുള്ള ഒരു ക്വാളിഫയിങ് എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത്. സോ സെറ്റ് ഇക്കണോമിക്സിൽ നിന്നുള്ള 100 PYQs ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. The wage goods model was advocated by Adam Smith, Milton Friedman, Keynes and Pigou, വക്കീൽ ആൻഡ് ബ്രഹ്മാനന്ദ. നമുക്കറിയാം റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് വക്കീൽ ആൻഡ് ബ്രഹ്മാനന്ദയാണ് അല്ലെ. വക്കീൽ ആൻഡ് ബ്രഹ്മാനന്ദയുടെ ഈ ഒരു മോഡൽ അല്ലെ, ഇതിനെ വേജ് ഗുഡ്സ് സ്ട്രാറ്റജി എന്നും പറയാറുണ്ട്. ഇത് CN വക്കീൽ ആൻഡ് PR ബ്രഹ്മാനന്ദ 1956 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഓരോ 5 ഇയർ പ്ലാൻസും ഡിഫറെന്റ് രീതിയിലുള്ള കോൺസെപ്റ്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ, സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇങ്ങനെ ഹെവി ഇൻഡസ്ട്രീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ബേസിക്കലി സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ബേസിക് ആയിട്ട് ഇവിടെ അഡ്രസ് ചെയ്യുന്നത് പലതരത്തിലുള്ള ഷോർട്ടേജസും ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫിൽ ഫേസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വളർച്ചയെ ബാധിക്കുന്നതെന്നും അത് റിമൂവ് ചെയ്താൽ അതിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചാൽ എങ്ങനെയാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നതിനെ കുറിച്ചും ഇവിടെ അഡ്രസ് ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറന്റ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ഡൈനാമിക് വേർഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ. The dynamic version of demand function is shown with distributed lag models of demand. The reason behind inclusion of lagged variable is that current purchasing decisions are influenced by past behavior of individual. The usage of dynamic formulation has been extended to wide range of commodity by Richard Stone. The right answer is option D ആണ്. ഇവിടെ എന്താണ്, എല്ലാം കറക്റ്റ് ആണ്. ഡൈനാമിക് ഡിമാൻഡ് വെർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം പീരീഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. നമുക്കറിയാം കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ് അല്ലെ. സോ ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ തന്നെയാണ്. മാത്രമല്ല ഒരു ഇൻഡിവിജ്വലിന്റെ കറന്റ് ആയിട്ടുള്ള പർച്ചേസ് എന്ന് പറയുന്നത് പ്രീവിയസ് പർച്ചേസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കമോഡിറ്റി പർച്ചേസ് ചെയ്യാണെന്ന് വിചാരിക്കാം, അതിനോട് നമ്മൾ കൂടുതൽ താല്പര്യം കാണിച്ചാൽ അവിടെ എന്താ ഡെപിക്റ്റഡ് ആവുന്നേ, ഇത് നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്നല്ലേ. അതേപോലെ ഡൈനാമിക് ഫോർമുലേഷൻ എന്ന് പറയുന്നത് റിച്ചാർഡ് സ്റ്റോൺ വെറും ഡ്യൂറബിൾ കമോഡിറ്റിയിൽ മാത്രമല്ല നോൺ ഡ്യൂറബിൾ കമോഡിറ്റീസിലേക്കും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. സോ 1, 2, 3 all are correct. Now let's proceed with the third question. The concept of conspicuous consumption is most closely associated with. റൈറ്റ് ആൻസർ വെബ്ലൻ എഫക്റ്റ് ആണ് അല്ലെ. കൺസ്പീഷ്യസ് കൺസംഷൻ, ലെഷർ കമോഡിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. അതായത് മറ്റ് ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫോമിലുള്ള കമോഡിറ്റി അല്ലെ. തോൺസ്റ്റീൻ വെബ്ലൻ ആണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ലക്ഷൂറിയസ് കമോഡിറ്റീസിനെയാണ് ജനറലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്നോബ് എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ, എനിക്ക് മാത്രമേ അത് പാടുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ്. ജസ്റ്റ് ലൈക്ക് റയർ സ്റ്റാമ്പിന്റെ കളക്ഷൻ അല്ലെങ്കിൽ റയർ പെയിന്റിങ്സ് മുതലായവയാണ് അവിടെ ജനറലി ഉദ്ദേശിക്കുന്നത്. ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തി ചെയ്യുന്നത് കണ്ട് ആകൃഷ്ടരായി നമ്മളും അത് ചെയ്യുക. അടുത്ത ചോദ്യം, The weak axiom of a revealed preference states that. റൈറ്റ് ആൻസർ എന്താണ്, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിവീൽഡ് പ്രിഫറൻസ് തിയറിയുടെ കോൺസെപ്റ്റ് ആണ്. If other weak axioms, if bundle A is chosen over bundle B in one situation, then bundle B can never be chosen over bundle A in any other situation. If bundle B is revealed preference to bundle B, then bundle B cannot be revealed preferred to bundle A. Consumers always choose the cheapest variety of commodities and then always choose the bundle with the highest utility.
ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വീക്ക് ആക്സിയോം ഓഫ് റിവീൽഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ബണ്ടിൽ ഓഫ് കമോഡിറ്റി ചൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ എന്താ കൺസിസ്റ്റൻസി ഉണ്ട്. നമുക്ക് മറ്റൊരു ബണ്ടിൽ ഇതിന് പകരമായിട്ട് ഒരു സിറ്റുവേഷനിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് പൊറാട്ടയുണ്ട്, അതുപോലെ തന്നെ മന്തി ഉണ്ടെങ്കിൽ ഞാൻ പൊറാട്ട മാത്രമാണ് ചൂസ് ചെയ്യുന്നത്. ഇനി പൊറാട്ടയും ചിക്കൻ ബിരിയാണി ഉണ്ടെങ്കിലും എനിക്ക് ഒരിക്കലും ഞാൻ വേറൊന്നും ചൂസ് ചെയ്യുന്നില്ല. ഏത് സിറ്റുവേഷനും ആയിക്കൊള്ളട്ടെ, ഞാൻ എപ്പോഴും പൊറാട്ട തന്നെയാണ്. ഇനി ഒരുപാട് കാലമായി ഞാൻ പൊറാട്ട കഴിച്ചുകൊണ്ടിരിക്കുന്നു, സ്റ്റിൽ ദർ ഇസ് നോ പ്രോബ്ലം, ഞാൻ അത് തന്നെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. Next question, the translog production function allows for constant elasticity of substitution, variable elasticity, variable returns to scale, fixed factor, proportion, linear production function. The right answer is 2 and 3 ആണ്. Option B ആണ് right answer. Translog production function നമ്മൾ transcendental production function, transcendental production അല്ലെങ്കിൽ logarithmic production function എന്നും പറയാറുണ്ട്. കോബ്ഡോഗ്ലസിന്റെയും അതുപോലെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ CS പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെയും ഒരു ജനറലൈസ്ഡ് വെർഷനെയാണ് നമ്മൾ ട്രാൻസ്ലോഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ രണ്ട് കോൺസെപ്റ്റ് വരും. ഒന്ന് വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും, രണ്ട് വേരിയബിൾ റിട്ടേൺസ് ടു സ്കെയിൽ. വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലോഗ് മോഡൽ ജനറലി ഇലാസ്റ്റിക് ആണ് അല്ലെ. നമ്മുടെ ഇൻപുട്ട്, നമ്മുടെ ഫാക്ടർ, പ്രപ്പോർഷൻ ഇതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും. വേരിയബിൾ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഔട്ട്പുട്ടിൽ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും. SAPTA was formed. The right answer is option C 1993 ആണ്. ഇവിടെ April 11, 1993 SAPTA means South Asian Preferential Trade Arrangement ആണ്. എന്നാൽ അത് ഓപ്പറേറ്റ് ചെയ്യാനായി ആരംഭിച്ചത് December 7, 1995 SAPTA ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർക്കിലെ മെമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ ട്രേഡ് നെഗോസിയേഷൻ, ട്രേഡ് ആക്ടിവിറ്റീസ്, ടാരിഫ് റെഡ്യൂസ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക മുതലായ കാര്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇവർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. ആൻഡ് പിന്നീട് സാപ്റ്റയെ നമ്മൾ സാഫ്റ്റ, അതായത് സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്ന പോളിസി വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട് 2006. അടുത്ത ചോദ്യം, റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ ഇസ്. The right answer is option B ആണ്, S/V ആണ്. നമ്മുടെ കാൾ മാർക്സിന്റെ എക്സ്ട്രാക്ഷൻ തിയറി അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ തിയറിയുമായിട്ടാണ് അത് റിലേറ്റ് ചെയ്യുന്നത്. The International Monetary Fund plays a key role in. The right answer is promoting international monetary cooperation and exchange rate stability. അല്ലെ, നമ്മുടെ രാജ്യത്ത് ഒരു സ്റ്റെബിലിറ്റി കൺസിഡറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനാണ് IMF ബേസിക്കലി വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. ഒരു മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. ചില രാജ്യങ്ങളിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് IMFന്റെ ലക്ഷ്യം. IMF ഇവിടെ ACD റോങ് ആണ്. IMFന്റെ കേസിൽ അവരൊരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്സ് ഒന്നും ബേസിക്കലി ഫിക്സ് ചെയ്യാറില്ല. എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റിനെ അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഓരോ മെമ്പർ രാജ്യങ്ങൾക്കും തങ്ങളുടേതായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് കാര്യങ്ങളിലേക്ക് ഡിസൈഡ് ചെയ്യാം. അതേപോലെ ലോങ് ടേം ഡെവലപ്മെന്റ് ലോൺസ് ആണ് ബേസിക്കലി ആര് കൊടുക്കുന്നത്, വേൾഡ് ബാങ്ക്സ് കൊടുക്കുന്നത്. IMF എപ്പോഴും ഷോർട്ട് ടു മീഡിയം ടേം ലോൺസ് ആയിരിക്കും കൊടുക്കുന്നത്. അതേപോലെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് WTO ആണ്. നമുക്കറിയാം ആദ്യം GATT ആയിരുന്നു, പിന്നീടാണ് WTO കടന്നു വരുന്നത്. സോ ഇവരുടെ എല്ലാം ഒരു മിക്സിംഗ് പ്രോസസ്സിനാണ്, അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ IMF അല്ല ചെയ്യുന്നത് അല്ലെ. ആരാ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ WTO ആണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് റൈറ്റ് ആൻസർ. നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ തന്നത് B ആണ്, ബാക്കിയുള്ളവയെല്ലാം തെറ്റാണ്. സ്ലോപ്പ് ഓഫ് ദ LM കർവ്സ് ISLM വെർഷനിലാണ് ഇത് വരുന്നത്. LM കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് K/H എന്നുള്ള നോഷൻ ആണ് അല്ലെ. K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഇൻകം സെൻസിറ്റിവിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി. അതായത് ഡിമാൻഡ് ഫോർ മണിയില് വേരിയേഷൻസ് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്നതിനനുസരിച്ച് ഹൗ അവർ ഇൻകം ചേഞ്ചസ് എന്നുള്ളത്. അതേപോലെ H റെപ്രസെന്റ്സ് ഇൻട്രസ്റ്റ് സെൻസിറ്റിവിറ്റി.
K means ഇൻകത്തിൽ എങ്ങനെ മാറ്റം വരുന്നു, H means ഇൻട്രസ്റ്റ് റേറ്റിൽ എങ്ങനെയാണ് ഫ്ലക്ച്വേഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. In Gunnar Myrdal's theory of circular cumulative causation, backwash effect primarily refers to, ഇവിടെ ഓപ്ഷൻ സി ആണ്, നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് കോർ റീജിയൻ growth that drain resources and talent from peripheral region. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക, അതൊരു സിറ്റി ആണെന്ന് നമുക്ക് കരുതാം. അപ്പൊ പുറത്തു നിന്ന് ആൾക്കാർ ഈ സിറ്റിയിലേക്ക് ജോബ് തേടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സിറ്റിയിൽ എന്ത് സംഭവിക്കും, ഇംപ്രൂവ്മെന്റ് ടേക്ക് പ്ലേസ് ചെയ്യും. പക്ഷെ ഈ ഭാഗത്ത് എന്തുണ്ടാവണമെന്നില്ല, അവിടെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണമെന്നില്ല, ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നില്ല അല്ലെ. വളരെ വീക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ചിലപ്പോഴെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, പോകാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അത് വളരെയധികം പാത്തറ്റിക് ആയിട്ടുള്ള, വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനായി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് ചെയ്യാനായി പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമുക്ക് ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ. പലപ്പോഴും എന്തിനു സാധിക്കുന്നില്ല, നമുക്ക് അതിനനുസരിച്ച് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു പ്രോഗ്രസീവ് ടെൻഡൻസിയിലേക്ക് മൂവ് ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥ വരും. അത് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലമാറ്റിക് കണ്ടീഷൻസിലേക്കും നയിക്കാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. According to Marx, the organic composition of capital is the ratio of, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റലിന്റെ കോമ്പിനേഷനെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കുന്നത്. കാൾ മാർക്സിന്റെ തിയറി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ്. എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് തന്നെയാണ് അവിടെ പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ടു വേരിയബിൾ ക്യാപിറ്റൽ. കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ഉണ്ട് അല്ലെ. അവിടെ കാൾ മാർക്സിന്റെ വെർഷൻ പറയുന്നത് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ടു വേരിയബിൾ ക്യാപിറ്റൽ, that is constant capital C and variable capital V ആണ്. കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നോൺ ഹ്യൂമൻ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. സേ ഫോർ എക്സാമ്പിൾ മെഷീനറി, റോ മെറ്റീരിയൽസ്, അതൊക്കെയാണ് അവിടെ കോമ്പൗണ്ട് ആയിട്ട് വരുന്നത്. വേരിയബിൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വർക്കറിന് കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആമ്പിൾ ആയിട്ട് വേജസ് റിസീവ് ചെയ്യുക മുതലായവയാണ് അവിടെ വരുന്നത്. അടുത്തത് കാൾഡേഴ്സ് സ്റ്റൈലൈസ്ഡ് ഫാക്ട്സ് ഇൻക്ലൂഡ്. ഇത് കാൾഡറിന്റെ തിയറി അല്ലെ, യെസ്, സ്റ്റൈലൈസ്ഡ് ഫാക്ടർ തിയറിയുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ബേസിക്കലി നമ്മുടെ ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ക്യാപിറ്റൽ ഇൻപുട്ട് ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നുള്ളത്. അതേപോലെ ക്യാപിറ്റൽ സ്റ്റോക്കിന്റെ ആ ഒരു പവർ എന്ന് പറയുന്നത് അല്ലെ ഗ്രോത്ത് റേറ്റ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. ആൻഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് പ്രോഫിറ്റ് റേറ്റ് ഇസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 134 ആണ്. ഇത് കോൺസ്റ്റന്റ് അല്ല. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റന്റ് ആണ്, പ്രോഫിറ്റ് റേറ്റ് എന്ന് പറയുന്നതും ബേസിക്കലി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ബേസിക് ആയിട്ട്, അതായത് 134 ആണ് ബേസിക്കലി റൈറ്റ് ആൻസർ. സെക്കൻഡ് വൺ ഫോൾസ് ആണ്, അതായത് ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് ഒരിക്കലും എന്തല്ല, സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ലേബർ മെക്കാനിസം അല്ലെങ്കിൽ ലേബർ ഫോഴ്സിൽ വർധനവ് വരുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ക്യാപിറ്റൽ സ്റ്റോക്കിലും ഒരു വർധനവ് ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. അവിടെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോമിസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആയിട്ടാണ് നമ്മൾ അതിനെ ജനറലി മീഡിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ദ മീഡ് ഗ്രോത്ത് മോഡൽ ഇസ് നോൺ ഫോർ ഫോക്കസ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോൺ ഫോർ ഇറ്റ്സ് ഫോക്കസ് ഓൺ ദ വാറന്റഡ് ഗ്രോത്ത് റേറ്റ്, എ ന്യൂ ക്ലാസിക്കൽ സിന്തസൈസർ ഇന്റഗ്രേറ്റിംഗ് വേരിയസ് ഫാക്ടേഴ്സ്, the role of foreign aid and all of the above. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ന്യൂ ക്ലാസിക്കൽ സിന്തസിസ് എന്ന് പറയുന്നതിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജെയിംസ് മീഡിന്റെ മോഡൽ ഒരു ഫൗണ്ടേഷണൽ ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡലാണ്. സപ്ലൈ സൈഡ് എലിമെന്റ്സ് ജസ്റ്റ് ലൈക്ക് ക്യാപിറ്റൽ അക്യുമുലേഷൻ, ഗ്രോത്ത് ഓഫ് ലേബർ ഫോഴ്സ്, എക്സോജീനിയസ് ടെക്നിക്കൽ പ്രോഗ്രസ്, ഇതിനൊക്കെ അവര് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. തിയറിയാണ് കേട്ടോ, പക്കാ തിയറി. ഇനി നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, നമുക്കറിയാം ജനറലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഷേപ്പ് വരുന്നത് അല്ലെ. അതായത് ഇവിടെ നമുക്ക് ജസ്റ്റ് ലൈക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് ആയിരിക്കും വരുന്നത്. എന്നാൽ ചില ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ചരിഞ്ഞിട്ടും ഇങ്ങോട്ടേക്ക് ചരിഞ്ഞിട്ടും കാണാം.
ഈ ചരിഞ്ഞു കിടക്കുന്നതിനെയാണ് നമ്മൾ ഈ സ്ക്യൂനെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റൈറ്റ് വേർഡിലേക്ക് ചരിഞ്ഞിരിക്കുവാണെങ്കിൽ മീൻ ഇസ് ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഇസ് ഗ്രേറ്റർ ദാൻ, മോഡ് എന്ന് പറയാം. ഇനി ഇതാണെങ്കിൽ ലെഫ്റ്റ് വേർഡ് സ്ക്യൂഡ് ആണ്. ദാറ്റ് ഇസ് മീൻ ഇസ് ലെസ് ദാൻ, മീഡിയൻ ഇസ് ലെസ് ദാൻ, മോഡ് എന്നുള്ള നൊട്ടേഷനിലേക്കായിരിക്കും അവിടെ പോകുന്നത്. ഇത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്, ഇത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ് നമ്മളോട് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ എല്ലാം തന്നെ ബേസിക്കലി എന്താണ്, കറക്റ്റ് ആണ്. സ്ക്യൂനെസ് ഇസ് ക്ലോസ് ടു 0 ആണെങ്കിൽ കർട്ടോസിസ് 3 ആണ്. സിമെട്രിക്കൽ, അതായത് നമുക്ക് ഈ വളഞ്ഞിരിക്കുന്ന ഈ സിറ്റുവേഷനെ 3 കേസസ് ആണ് ബേസിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ ലെപ്റ്റോകർട്ടിക്, മെസോകർട്ടിക്, പ്ലാറ്റികർട്ടിക്. അപ്പൊ നമ്മളിത് ബീറ്റ 2 വെച്ച് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് വിച്ച് ഇസ് ഈക്വൽ ടു 0, ഇവിടെ നമുക്ക് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 3, ഇവിടെ വേണമെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ലെസ് ദാൻ 3. ഈ ഒരു കേസ് ആണ് ഇവിടെ പ്ലഗ് ഇൻ ചെയ്യുന്നത്. സോ ഇവിടെ 3ക്ക് തുല്യമാണ് എന്തില്, മെസോകർട്ടിക്കില്. ഇനി ഫ്ലാറ്റർ ആകുന്ന സമയത്ത് തിന്നർ ടെയിൽസ് ആയിരിക്കും. അപ്പൊ ദാ പ്ലാറ്റികർട്ടിക് ആണ്. അവിടെ നമുക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനേക്കാളും ഗ്രേറ്റർ, ബീറ്റ 2 വിൽ ബി ഗ്രേറ്റർ ദാൻ 3 ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 3 ആണ് വരുന്നത്. അടുത്തത്, when the angel curve is negatively sloped, the commodity is inferior good ആണ് ബേസിക്കലി റൈറ്റ് ആൻസർ ആയി വരുന്നത്. ഏഞ്ചൽ കർവ് എന്ന് പറയുന്നത് ഏർണസ്റ്റ് ഏഞ്ചൽ ആണ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ഇൻകം വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ കൺസംഷൻ കുറയുകയും സേവിങ് വർദ്ധിക്കാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി കൺസ്യൂം ചെയ്യുന്ന കമോഡിറ്റിയിൽ തന്നെ ആ വ്യക്തി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പിന്നീട് വീണ്ടും പോയി ഒരു പർച്ചേസിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ വോണ്ട് ബി ഇൻട്രസ്റ്റഡ്. അതാണ് ജനറലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ചോദ്യം, Carnot's duopoly model leads to a stable equilibrium. The behavioral pattern of the firm is naive. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കോർണോട്ട് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേബിൾ നാഷ് ഇക്വിലിബ്രിയം കോൺസെപ്റ്റ് ആണെന്ന് പറയാനായി പറ്റും അല്ലെ. ഔട്ട്പുട്ടിന്റെ ഫ്ലക്ച്വേഷൻസുമായിട്ടാണ് ബേസിക്കലി അവര് ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നെയ്യു ബിഹേവിയർ ആണ്. നെയ്യു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ദ ഫേം ലേൺസ് ഫ്രം ദ പാസ്റ്റ് എന്നാണ് പറയുന്നത്. പാസ്റ്റ് കാര്യങ്ങളിൽ നിന്നാണ് ഫേംസ് ജനറലി ഒരു ഡിസിഷൻ മേക്കിംഗിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ജനറലി അവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അടുത്തത്, Modigliani's model of limit pricing assumes that, ഇവിടെ റൈറ്റ് ആൻസർ 1 and 2 ആണ്. അതായത് എപ്പോഴും മൊഡിഗ്ലാനി മോഡൽ പറയുന്നത് എല്ലാവരും എൻറ്റർ ചെയ്യുന്നതിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഒപ്റ്റിമൽ പ്ലാൻ സൈസ് കാണും. അതേപോലെ എത്രത്തോളം ഇൻഡസ്ട്രിയൽ ഫ്രെയിംവർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ അവർക്കെല്ലാം ബേസിക്കലി എന്താ, ടെക്നോളജി വിൽ ബി സെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Kalecki's degree of monopoly power refers to, ഓപ്ഷൻ സി ആണ്, എബിലിറ്റി ഓഫ് ഫേം ടു സെറ്റ് പ്രൈസ് അബവ് മാർജിനൽ കോസ്റ്റ്. കലേക്കീസ് ഡിഗ്രിയിൽ പറയുന്നത് ഓരോ ഫേമും തങ്ങൾക്ക് അഡീഷണൽ ആയി വന്നിരിക്കുന്ന കോസ്റ്റിന്റെ മുകളിലായിരിക്കും പ്രൈസ് സെറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യണം അല്ലെ. സോ വാട്ട് എവർ ബി ദ പ്രോബ്ലം ദാറ്റ് ദേ ആർ ഫേസിങ്, അവരുടെ എപ്പോഴും ഉള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് അവർ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് അഡീഷണൽ ആയി വരുന്ന എക്സ്പെൻസിനേക്കാളും മുകളിലായിരിക്കും. ഈ ഒരു എക്സ്പ്രഷൻ അവര് റെപ്രസെന്റ് ചെയ്യുന്ന ഫോം പി മൈനസ് എം സി ബൈ പി ആണ്. പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി പ്രൈസ് ആൻഡ് എം സി ഇസ് മാർജിനൽ കോസ്റ്റ്. Identify the correct statements related to the theory of second best. The theory of second best was formalized by Richard Lipsey and Kelvin Lancaster. Correct. The primary focus of the theory is what happens when the optimum conditions are not satisfied in an economic model. അപ്പൊ ഇവിടെ ബേസിക്കലി നോക്കുന്ന സമയത്ത് രണ്ടും കറക്റ്റ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ റൈറ്റ് ആൻസർ ആണ് ചോദിച്ചത്. ബോത്ത് 1 and 2 രണ്ടും കറക്റ്റ് ആണ്. ഒരു കണ്ടീഷൻ പാരറ്റോ ഒപ്റ്റിമാലിറ്റി സിറ്റുവേഷനുമായിട്ടാണ് ജനറലി ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇത് റിലേറ്റ് ചെയ്യുന്നത്. ചില കണ്ടീഷൻസിൽ നമുക്ക് ചിലപ്പോഴെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ
എല്ലാ കണ്ടീഷൻസും നമുക്ക് സ്യൂട്ടബിൾ ആണ് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യും എന്ന് നമുക്ക് ഒരിക്കലും ടാബുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഏതെങ്കിലും കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ സഞ്ചരിക്കുക. അതാണ് ഇവിടെ വരുന്നത്. അടുത്ത ചോദ്യം, ഫ്രെയിംവർക്ക് ഫോർ എൻവിറോൺമെന്റൽ ആക്ഷൻ. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ് റൈറ്റ് ആൻസർ അല്ലെ. നമ്മൾ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ടാണ് അത് ജനറലി റിലേറ്റ് ചെയ്യുന്നത്. ഫ്രെയിംവർക്ക് ഫോർ എൻവിറോൺമെന്റൽ ആക്ഷൻ, ഇതിനെ ആക്ഷൻ പ്ലാൻ ഫോർ ഹ്യൂമൻ എൻവിറോൺമെന്റ് എന്ന് പറയും. ആൻഡ് ബേസിക്കലി ഇത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവിറോൺമെന്റുമായി സ്റ്റോക്ക്ഹോം 1972 ടേക്ക് പ്ലേസ് ചെയ്ത ഈ ഒരു കോൺഫറൻസുമായിട്ട് ഡീറ്റെയിൽ ഔട്ട് ചെയ്യുന്നതാണ്. എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു സോഷ്യൽ ഫോറസ്ട്രി. ഇവിടെ റൈറ്റ് ആൻസർ 1 and 2 ആണ്. സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഫോറസ്റ്റിനെ നമ്മൾ കൺസർവ് ചെയ്യേണ്ടത്, ബാരൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫോറസ്റ്റേറ്റഡ് ആയിട്ടുള്ള ലാൻഡ്സ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാനായി സാധിക്കുക എന്നുള്ളതാണ് ജനറലി അവിടെ വരുന്നത്. സോഷ്യൽ ഫോറസ്ട്രി എന്ന കോൺസെപ്റ്റ് 1976 പ്രോമിനന്റ് ആയത്. ആൻഡ് ബേസിക്കലി ഇത് ആദ്യമായി ഉപയോഗിച്ചത് നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ്. ബേസിക്കലി സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെന്റ്, ഫോറസ്റ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് അതെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അടുത്ത ചോദ്യം, Fifth Finance Commission gives % priority to forest and ecology in its horizontal devolution criteria. അപ്പൊ നമുക്ക് ഫിനാൻസ് കമ്മീഷൻ ഒന്ന് നോക്കിയാൽ ഫസ്റ്റ് മുതൽ 15th വരെ തന്നിട്ടുണ്ട്. അതിന്റെ ഇയർ 1951, 56, 60, 64, 68, 72, 77, 83, 87, 92, 98, 2002, 2007, 13 and 17. ചെയർമാന്റെ ലിസ്റ്റ് എടുത്താൽ നിയോഗി, സന്തനം ചന്ദ്, രാജ്മന്ന, ത്യാഗി, റെഡ്ഡി, ഷലറ്റ്, ചവാൻ, സാൽവെ, പന്ത്, കുഷ്രു, രംഗരാജൻ, വിജയ് കേൽക്കർ, റെഡ്ഡി, സിംഗ്. ഇനി ഓപ്പറേഷണൽ ഡ്യൂറേഷൻ, ഇത് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഓപ്പറേഷണൽ ഡ്യൂറേഷൻ നോക്കിയാൽ 52 to 57, 57 to 62, 62 to 66, 66 to 69, 69 to 74, 74 to 79, 79 to 84, 84 to 89, 89 to 95, 95 to 2000, 2000 to 2005, 2005 to 10, 10 to 15, 15 to 20, 20 to 25 ആണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഡി ആണ് വരുന്നത്. നമുക്ക് ഇതിന്റെ ഒന്ന് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ നോക്കിയാൽ 15th 16th തമ്മിലുള്ള കമ്പാരിസൺ, പോപ്പുലേഷൻ 15%, 17.5% ആണ്. ഡെമോഗ്രാഫിക് പെർഫോമൻസ് 12.5 10% ആണ്. ഏരിയ 15%, 10% ആണ്. ഫോറസ്റ്റ് 10%, 10%. Per capita GSDP 45%, 42.5%. Tax and physical efforts 2.5% ആണ്. 16th അതിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. Contribution to GDP is 10%. ഇനി നമുക്കൊരു match the following ആണ്. Social dualism, financial dualism, ecological dualism, technological dualism. Mint, Higgins, Nigger and Book ആണ് വരുന്നത്. സോഷ്യൽ ഡ്യുവലിസം എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് JH ബൂക്ക് ആണ്. അതായത് A റിലേറ്റ്സ് വിത്ത് 4 ആണ് വരുന്നത്. A ഗെറ്റ്സ് ഇന്റഗ്രേറ്റഡ് വിത്ത് 4 ആണ് വരുന്നത് സോഷ്യൽ ഡ്യുവലിസം. അവിടെ എന്താ വരുന്നത് വെച്ചാൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റലിസവും അതുപോലെ തന്നെ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഡൈവർജൻസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ നമുക്ക് സൊസൈറ്റിയിൽ കാണാം. ഫിനാൻഷ്യൽ ഡ്യുവലിസം ആണ് കൊണ്ടുവന്നത്. ദാറ്റ് ഇസ് B ഗെറ്റ്സ് കണക്റ്റഡ് വിത്ത് 1 ആണ് വരുന്നത്. ഫിനാൻഷ്യൽ ഡ്യുവലിസം പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക്കൽ ഫ്രെയിംവർക്കിലേക്ക് നോക്കിയാൽ ഓർഗനൈസ്ഡ് മാർക്കറ്റും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റ്സും തമ്മിൽ നമുക്ക് എന്ത് കാണാം, ഒരു ഡൈവർജൻസ് കാണാം അല്ലെ. അതിനെയാണ് ഫൈനാൻഷ്യൽ ഡ്യുവലിസം എന്ന് പറയുന്നത്. ഇക്കോളജിക്കൽ ഡ്യുവലിസം പറഞ്ഞാൽ ബെഞ്ചമിൻ ഹിഗിൻസ് ആണ്. അതായത് C ഗെറ്റ്സ് കണക്റ്റഡ് വിത്ത് 2 ആണ്. ഇക്കോളജിക്കൽ ഡ്യുവലിസം ബെഞ്ചമിൻ ഹിഗിൻസ് ആണ് കൊണ്ടുവന്നത്. ആൻഡ് ബേസിക്കലി എന്താണ്, ഡിഫറെന്റ് സെക്ടേഴ്സ് അല്ലെ, ഹൗ ദേ ഗെറ്റ്സ് കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ എന്നുള്ളതാണ് ബേസിക്കലി റിച്ച് ആൻഡ് പുവർ. ടെക്നോളജിക്കൽ ഡ്യുവലിസം സിംഗർ ആണ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഹിഗിൻസ് ആയിട്ടും നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യാറുണ്ട്. D3 ആണ് ബേസിക്കലി അവിടെ വരുന്നത്. ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് സെക്ടർ ആയിക്കൊള്ളട്ടെ ട്രഡീഷണൽ സെക്ടർ ആയിക്കൊള്ളട്ടെ അവർ തമ്മിൽ ടെക്നോളജിക്കൽ മാച്ച് എന്ന് പറയുന്നത് ഉണ്ട്, അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ B is the right answer. Next question.
Identify the incorrect statement related to GST. GST-യുമായി ബന്ധപ്പെടുന്ന incorrect statements ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാം കറക്റ്റ് തന്നെയാണ് ബേസിക്കലി വരുന്നത്. അപ്പൊ ഇവിടെ നൺ ആണ് റൈറ്റ് ആൻസർ. കാരണം എന്താ വെച്ചാൽ എല്ലാം കറക്റ്റ് ആണ്. ഇവിടെ നാഷണൽ GST ഫ്രെയിംവർക്ക് ജൂലൈ 2004 വിജയ് കേൽക്കർ ടാസ്ക് ഫോഴ്സ് ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇനീഷ്യേറ്റ് ചെയ്യാൻ ആരംഭമായി ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് ആണ്. ആര് മേലെയാണോ ഇൻകർ ചെയ്യുന്നത് അവരാണത് പേ ചെയ്യുന്നത് അല്ലെ. അതേപോലെ 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 2016 ഇത് ജനറലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the term demographic dividend refers to. demographic dividend എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് വർക്കിംഗ് ഏജ് പോപ്പുലേഷനിൽ വർധനവ്, അതായത് ജോലി ചെയ്ത് നമ്മുടെ എക്കോണമിയിലേക്ക് പ്രോസ്പെരിറ്റി കൊണ്ടുവരാൻ സാധ്യതയുള്ള ഏജ് ഗ്രൂപ്പിൽ ഒരു വർധനവ് വരുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ എക്കോണമിയിൽ എന്ത് സംഭവിക്കും, മാറ്റങ്ങൾ വരും, എക്കണോമിക് ഗ്രോത്ത് ടേക്ക് പ്ലേസ് ചെയ്യും എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ, ടാക്സ് മൾട്ടിപ്ലയർസ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സ്മോളർ ദാൻ സ്പെൻഡിങ് മൾട്ടിപ്ലയർ. സ്പെൻഡിങ് മൾട്ടിപ്ലയറിനെക്കാളും ചെറുതാണ് ടാക്സ് മൾട്ടിപ്ലയർ. അതായത് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കമ്പൽസറി പേയ്മെന്റ് മെയ്ഡ് വിത്തൗട്ട് എനി ക്വിഡ് പ്രൊക്യൂ ആണ് അല്ലെ. ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെൽത്ത് ടാക്സ് ഒക്കെ ഡയറക്റ്റാ. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റർടൈൻമെന്റ് ടാക്സ്. നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കുന്നു, അപ്പൊ ആ ടിക്കറ്റിന്റെ മുകളിലെ ചാർജ് ആ ടിക്കറ്റ് ഉടമയുടെ മുകളിലായിരിക്കും ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ ടിക്കറ്റ് ഞാൻ എടുക്കുമ്പോൾ ഞാനാണ് പിന്നീട് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലെ. സോ നമുക്ക് ഇവിടെ എന്ത് പറയാം, ടാക്സ് മൾട്ടിപ്ലയർ എപ്പോഴും സ്പെൻഡിങ് മൾട്ടിപ്ലയറിനെക്കാളും ചെറുതാണ് എന്നുള്ളത് പറയാം. ടാക്സ് എപ്പോഴും ഒരു ലീക്കേജ് തന്നെയാണ് വരുന്നത് അല്ലെ നമ്മുടെ ഇൻകത്തിൽ നിന്ന്. അടുത്ത, വിച്ച് among the following contributes minimum to gross tax revenue? The right answer is option C ആണ്, കസ്റ്റംസ് ഡ്യൂട്ടി. അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഫിസിക്കൽ ഇയർ 2023-24 നോക്കിയാൽ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ഏറ്റവും കുറവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അറൌണ്ട് 4% ആണ്. യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ആണ് 5% to 7% വരുന്നുണ്ട്. കോർപ്പറേഷൻ ടാക്സ് ആണെങ്കിൽ 15% to 18%. GST അപ്രോക്സിമേറ്റ്ലി 18% ആണ് വരുന്നത്. Which of the following is our distribution free test? Distribution free test എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഗ്യാരി ടെസ്റ്റ്, സ്പിയർമാൻ കോയിഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതേപോലെ കൊൽമഗറോവ് സ്മിർനോവ് ടെസ്റ്റ്, ഇതെല്ലാം ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റുകളാണ് ബേസിക്കലി വരുന്നത്. ഇത് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്നും നമ്മൾ ബേസിക്കലി പറയാം. പിയേഴ്സൺ മെത്തേഡ് പാരാമെട്രിക്, അതായത് പോപ്പുലേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ മെത്തേഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. ചോദ്യം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മളോട് ഡിറ്റർമിനന്റ് കാണാനാ പറഞ്ഞത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 6 - 2 7 and 1 ക്രോസ് ചെയ്യുന്നു. സോ 6 into 1 minus 2 into 7 ആണ്. സോ 6 + 14 ആണ്. ആൻഡ് the answer will be 20. Next question, match list 1 with list 2. 12th Finance Commission, 13th Finance Commission, 14th, 15th, YV Reddy, C. Rangarajan, NK Singh and Vijay Kelkar. So നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് നിയോഗി, നമുക്ക് ആ 5-year പ്ലാന്റെ ഫിനാൻസ് കമ്മീഷന്റെ ആ ഒരു മാനർ ഒന്ന് നോക്കാം. ഫസ്റ്റ് നിയോഗി, സെക്കൻഡ് സന്തനം, ചന്ദ, രാജ്മന്ന, ത്യാഗി റെഡ്ഡി, ശരത് ചവാൻ, സാൽവെ പന്ത്, ഖുഷ്രു, രംഗരാജൻ, വിജയ് കേൽക്കർ, റെഡ്ഡി സിംഗ്. ഇങ്ങനെയാണ് നമ്മുടെ ഫിനാൻസ് കമ്മീഷന്റെ ഓർഡർ പോകുന്നത്. 12th ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇറ്റ് റിലേറ്റ്സ് വിത്ത് സി രംഗരാജൻ. 12th വരുന്നത് സി രംഗരാജൻ ആണ്. ദാറ്റ് ഇസ് എ കണക്ട്സ് വിത്ത് 2 ആണ് വരുന്നത്. ഇനി നമുക്ക് ബി, ദാറ്റ് ഇസ് 13th ഫിനാൻസ് കമ്മീഷൻ. 13th വരുമ്പോൾ ഡോക്ടർ വിജയ് എൽ കേൽക്കർ ആണ് അല്ലെ. ദാറ്റ് ഇസ് ബി വിത്ത് 4. A, 2 and B for option B as your right answer. Next question, Libenson formula is related to ഇന്റഗ്രേഷൻ ആണ് അല്ലെ. നമുക്ക് അതിന്റെ വേരിയേഷൻസ്, ഫ്ലക്ച്വേഷൻസ് ഇതൊക്കെ അറിയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഇന്റഗ്രേഷൻ, ഇന്റൻസിറ്റി ഓഫ് എഫക്ട് അല്ലെ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ലിബൻസ് ഫോർമുല. The measure of variation least affected by extreme variations or observation.
ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് റൈറ്റ് ആൻസർ. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്ന ഡാറ്റ സെറ്റിന്റെ 50% നമ്മൾ കവർ ചെയ്യുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. അതിന് നമുക്ക് Q1 Q3 എന്നൊക്കെ പറയാം അല്ലെ. നമുക്ക് തരുന്ന ഡിസ്ട്രിബ്യൂഷന്റെ ഒരു 25% ഇഗ്നോർ ചെയ്ത് ഡാറ്റ സെറ്റ് നോക്കുന്നതാണ് Q1 ബേസിക്കലി പറയുന്നത്. അതേപോലെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആക്ച്വലി Q3 മെഷർ ചെയ്ത് തരുന്നത്. The relationship between quantity of emissions and the damage caused by emissions is represented by marginal damage function ആണ് അല്ലെ. അതായത് ഇപ്പൊ ഇൻഡസ്ട്രി എന്നൊക്കെ വരുന്ന ഈ ഒരു പൊല്യൂഷൻ മുഖാന്തരം എങ്ങനെയാണ് ക്രോണിക് ആയിട്ടുള്ള ഇമ്പാക്ട് വരുന്നത്, അത് അത്രയും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് കണ്ടീഷൻ കോസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ നമ്മളെ സഹായിക്കുന്നതാണ് മാർജിനൽ ഡാമേജ് ഫംഗ്ഷൻ. According to the Feyerabend model, the stage 2 of commercialization of agriculture is characterized by the following except agriculture labor supply is exhausted. ഒരിക്കലും അങ്ങനെയല്ല അല്ലെ. ഫെയറാനസ് മോഡലില് ബേസിക്കലി എന്താ പറയുന്നത്, 3 ഫേസസിലൂടെ. സ്റ്റേജ് 1 എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി ഓഫ് അഗ്രികൾച്ചർ 0 ആയിരിക്കും. അതായത് ലേബർ സപ്ലൈ ഇല്ല. അപ്പൊ എന്താ വെച്ചാൽ ദാറ്റ് ക്രിയേറ്റ്സ് പ്രോബ്ലം. സെക്കൻഡ് വൺ ഇസ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ പോസിറ്റീവ് ആകും. അപ്പൊ ആ ഫാമേഴ്സിന് കൂടുതൽ നന്നായി പ്രവർത്തിക്കാനും കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഇവരുടെ ഷെയർ നമുക്ക് മറ്റു ഫീൽഡിലേക്ക് എംപ്ലോയ് ചെയ്യാനും സാധിക്കുന്നു. സ്റ്റേജ് 3 എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ലേബർ സപ്ലൈ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞു അല്ലെ. ഇനി ഒന്നും ഇല്ലാത്തൊരവസ്ഥ. ASEAN was established on, right answer is 8th August 1967 ആണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അല്ലെ. ഇത് ബാങ്കോക്ക് തായ്ലൻഡിലെ ഡിക്ലറേഷൻ പ്രകാരമാണ്, അതായത് ഏഷ്യൻ ഡിക്ലറേഷൻ പ്രകാരമാണ് നമ്മൾ ബേസിക്കലി ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന് 5 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ദാറ്റ് ഇസ് ഇന്തോനേഷ്യ, അതായത് ഒറിജിനൽ മെമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ് ആണ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഗ്ലോബൽ സ്ട്രാറ്റജിക് റൈവൽറി തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് വാസ് ഡെവലപ്ഡ് ബൈ പോൾ ക്രൂക്ക്മാൻ ആൻഡ് കെൽവിൻ ലെങ്കാസ്റ്റർ ആണ്. പോസ്നെ ആൻഡ് സാമുവൽസൺ എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ലാഗ് മോഡൽസ് ആണ് അവര് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. പോസ്നർ ആൻഡ് സാമുവൽസൺ. ലിൻഡർ ആൻഡ് വെർണൻ ആണ് കൺട്രി സിമിലാരിറ്റി, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മുതലായ കോൺസെപ്റ്റ്സ് കൊണ്ടുവന്നു. പോർട്ടർ ആൻഡ് AK സെൻ ആണെങ്കിൽ നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, the Marshall-Lerner condition states that a devaluation in a currency only improves balance of trade if the absolute sum of long-run export and import demand elasticity is greater than or equal to 1. അതായത് ഹൈ ലെവൽസിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് വളരെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഡെപ്പിക്ട് ചെയ്യുന്നതെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് പ്ലസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. അതായത് നമ്മുടെ രാജ്യത്തിന് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്ത് കിട്ടും. അടുത്ത ചോദ്യം, the correct statement bar aims of national health policy 2017. ഇതെല്ലാം ബേസിക്കലി കറക്റ്റ് ആണ്. അതായത് ലൈഫ് എക്സ്പെക്ടൻസി വർദ്ധിപ്പിക്കുക, 67.5 നിന്ന് 70 ആയിട്ട് വർദ്ധിപ്പിക്കുക. അത് വളരെ വലിയ ഒരു പ്രപ്പോസൽ തന്നെ ആയിരുന്നു. അതേപോലെ തന്നെ റെഗുലർ ട്രാഫിക് ഓഫ് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇൻഡെക്സ് അല്ലെ. ഡിസീസസ് ഇല്ല, നമുക്ക് എല്ലാ രീതിയിലും എല്ലാ അസുഖത്തിൽ നിന്നും ഒരു മോചനം. അതേപോലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആയിട്ട് റെഡ്യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഏർലി മാരേജസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യം. The King demand curve model in oligopoly suggests that firms, ഓപ്ഷൻ ബി ആണ്, ഓൾവേസ് എൻഗേജ് ഇൻ പ്രൈസ് വാർ. അതൊരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അല്ലെ, കാരണം കൊല്യൂഷൻ ഒക്കെ വരും. പെർഫെക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് റൈവൽസ്, നോ, അതും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ വരില്ലല്ലോ. അതേപോലെ ഒരു മോർ ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇൻക്രീസിന് കൂടുതൽ ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യില്ല അല്ലെ. ഇപ്പൊ 2 കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്, ഒരു കോമ്പറ്റേറ്റർ പ്രൈസ് കൂട്ടിയാൽ മറ്റേ കോമ്പറ്റേറ്റർ പ്രൈസ് കൂട്ടുന്നതിനോട് റെസ്പോണ്ട് ചെയ്യില്ല. നേരെ മറിച്ച് ഒരു കോമ്പറ്റേറ്റർ പ്രൈസ് കുറച്ചാൽ മറ്റേ കോമ്പറ്റേറ്ററും പ്രൈസ് കുറയ്ക്കുന്നതിനെ കുറിച്ച് എന്തായിരിക്കും, കൺസേൺഡ് ആയിരിക്കും. ഇവിടെ ബേസിക്കലി അതാണ് പറഞ്ഞത്, പ്രൈസ് ഇൻക്രീസിനോട് മാച്ച് ആവില്ല, പ്രൈസ് ഡിക്രീസിനോട് മാച്ച് ആകും. അടുത്ത ചോദ്യം,
Demonstration effect is a key component of which consumption theory? അത് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് ആണ് അല്ലെ, മറ്റുള്ളവരുടെ കൺസംഷൻ പാറ്റേൺ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. The user cost of capital depends upon real rate of interest, rate of depreciation and corporate income tax ആണ് അല്ലെ. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് തന്നെ ബേസിക്കലി ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് നമ്മൾ ബോറോയിങ് ഫണ്ട് ഹോൾഡ് ചെയ്യണോ, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം മുതലായിട്ടുള്ള കാര്യം. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ വിയർ ആൻഡ് ടിയർ ഓഫ് ഫിസിക്കൽ അസറ്റ്സ് ആണ് വരുന്നത്. അതേപോലെ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് പോളിസീസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ. അടുത്ത ചോദ്യം, ടോബിൻസ് Q ratio is used as an indicator for investment decisions. ടോബിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോർഷൻസ് ഇതില് വരുന്ന സമയത്ത് എങ്ങനെ മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റലും റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള അസോസിയേഷൻ ആണ് അല്ലെ. സപ്പോസ് Q വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റിന് ഹൈ ആയിട്ടുള്ള വാല്യൂ ആണ് ജനറലി ഉള്ളത് അല്ലെ. അപ്പൊ അവിടെ റീപ്ലേസ്മെന്റ് കോസ്റ്റിനേക്കാളും ആ പെർട്ടിക്കുലർ ഫേമിന് ഹൈ കൺസിഡറേഷൻ ആണ് ഉള്ളത്. സപ്പോസ് Q is ലെസ് ദാൻ 1 ആണ് വരുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ ഫേമിന് വലിയ വാല്യൂ ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. As there is no crowding out, fiscal policy is fully effective in right. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. Keynesian range of the LM curve. ക്രൗഡിംഗ് ഔട്ട് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവർക്ക് പ്രൈവറ്റ് സെക്ടറിൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് മൊബിലൈസ് ചെയ്യുമ്പം എന്തായാലും എന്താണ് അവര് ബോറോ ചെയ്തിട്ടായിരിക്കും ഈ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. സോ ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട ഒരു വെർഷനിലേക്ക് പോകുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവർക്ക് പ്രൈവറ്റ് സെക്ടറിൽ ഗവൺമെന്റിന് ഒരു സഹായം പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല ആൻഡ് പ്രോബ്ലംസ് വരും. സോ ഇവിടെ നമ്മുടെ ഈ ഒരു ക്രൗഡിംഗ് ഔട്ട് ഇല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി പറഞ്ഞാൽ ടാക്സേഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ പോളിസി എപ്പോഴാണ് എഫക്റ്റീവ് ആകുന്നത്, കെയ്നീഷ്യൻ റേഞ്ചിലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടുതലായിട്ടും മണി വെർഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. The linear programming technique was invented by option A ആണ് ജോർജ് ബി ഡാൻസിംഗ് ആണ് linear programming. It's a mathematical programming അല്ലെ. അതായത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റില് ഇൻപുട്ടും ഔട്ട്പുട്ടും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അടുത്തത്, multicollinearity is used to denote or to find out the presence of linear relationship among explanatory variables. Explanatory variables എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അല്ലെ. ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എങ്ങനെയാണ് ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, റൈറ്റ് റിലേഷൻഷിപ്പ് ആണോ മുതലായ കാര്യങ്ങളാണ് അവിടെ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. Next question, the linearity assumption in the Gauss-Markov theorem refers to the linearity of right answer option A ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം അല്ലെ. Gauss-Markov theorem ആക്ച്വലി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി നമ്മളൊരു സ്റ്റഡി മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കവിടെ ഉപയോഗപ്രദമാകുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളുകളെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ENAM aims to, ENAM എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് അല്ലെ. സോ അതിന്റെ ലക്ഷ്യം എന്താ, ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള മാർക്കറ്റ്, ഒരു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൂടെ യൂണിഫൈഡ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക, ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. Identify the theory which suggests that some developing economies are caught in a stable equilibrium where factors like low saving, low investment and high population growth reinforce each other, preventing economic progress. Right answer low level equilibrium trap ആണ്. ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ് റിച്ചാർഡ് ആർ നെൽസൺ 1956 പുട്ട് ഫോർവേഡ് ചെയ്തത്. സോ ഓരോ രാജ്യങ്ങളിലും പല തരത്തിലുള്ള പ്രോബ്ലമാറ്റിക് കണ്ടീഷൻസ് ഉണ്ട്. അതിലിപ്പോ പോപ്പുലേഷൻ സപ്പോസ് ഒരുപാട് വർദ്ധിക്കുകയാണ്, അതേപോലെ തന്നെ ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്, സേവിങ് കുറവാണെങ്കിൽ യാതൊരു രീതിയിലും ഡെവലപ്മെന്റ് അവിടെ ഒക്കർ ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷനെയാണ് ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർബൺ ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2010 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജൂലൈ 1, 2010. ഇതൊരു ക്ലീൻ എനർജി മിഷന്റെ ഭാഗമായി നമ്മുടെ എൻവിറോൺമെന്റൽ സേഫ്റ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who among the following use the term tragedy of commons? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
ഗാരറ്റ് ഹാർഡിനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, according to the Baumol-Tobin model, optimal amount of money held for transaction is inversely related with ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതായത് സപ്പോസ് ബാങ്ക് നല്ല ഇൻട്രസ്റ്റ് റേറ്റ് തരുവാണെങ്കിൽ നമ്മൾ കയ്യിൽ ക്യാഷ് വെച്ചേക്കില്ല അല്ലെ. സോ ഈ ഒരു റിലേഷൻ ആണ് ബൗമോൾ-ടോബിൻ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Which among the following is recorded in the capital account of BOP? റൈറ്റ് ആൻസർ ഓപ്ഷൻ D ആണ്. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. നമുക്ക് ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, വേരിയബിൾ അസറ്റ്സ് ഉണ്ട് അല്ലെ. സോ ഫിക്സഡ് അസറ്റ്സിൽ വരുന്ന റെസീപ്റ്റ്സ് നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. ഇൻക്രീസ് ഇൻ ദ ഡാഷ് വിൽ ഇൻക്രീസ് മണി മൾട്ടിപ്ലയർ ഇൻ ദ എക്കോണമി. ബാങ്കിങ് ഹാബിറ്റ് ഓഫ് പീപ്പിൾ. കോമൺ പീപ്പിളിന് ബാങ്കിങ് ഹാബിറ്റ് കൂടുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇങ്ങനെ മണി എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സർക്കുലേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. So money multiplier അല്ലെങ്കിൽ total amount of money generating in our economy gets mobilized. Which among the following is not an intermediary new issue market? New issue market എന്ന് പറഞ്ഞാൽ primary market. Right answer option C, portfolio managers ആണ്. Which of the following is not a discrete probability distribution? Normal ഒരു continuous distribution ആണ്. അതായത് mean equals median equals mode. നമ്മൾ ഇത് വരയ്ക്കും ഇങ്ങനെ ഒരു ബെൽ ഷേപ്പ് ആയിരിക്കും വരുന്നത് അല്ലെ. പോയ്സോണും ബൈനോമിയലും ഡിസ്ക്രീറ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഇൻ എ റിഗ്രഷൻ മോഡൽ ദാറ്റ് ഡിറ്റർമൈൻ ദ പ്രപ്പോർഷൻ ഓഫ് ദ വേരിയൻസ് ഇൻ ദ ഡിപെൻഡന്റ് വേരിയബിൾ ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഇത് ഡിപെൻഡന്റ് വേരിയബിളും അല്ലെ. ഈ വിലയിൽ മാറ്റം വരുമ്പോൾ ഡിമാൻഡ് എത്ര ശതമാനം വർദ്ധിക്കണോ കുറവാണോ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കണം. അതിനായി നമ്മളെ സഹായിക്കുന്നതാണ് കോയിഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. അടുത്ത ചോദ്യം, if the arithmetic mean is 30, standard deviation is 6, value of coefficient of variation. Coefficient of variation is standard deviation by mean into 100 ആണ് അല്ലെ. That is 6 by 30 into 100 ആണ്. സോ നമ്മളത് വെട്ടി ചെറുതാക്കി നമുക്കിവിടെ 2 കിട്ടി. ആൻസർ is 20. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The independence of irrelevant alternatives criterion Arrow's theorem states that social ranking of two alternatives should not change if a third irrelevant alternative is introduced. നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ആക്ച്വലി ഒരുപാട് പ്രിഫറൻസുകൾ അവൈലബിൾ ആണ്. ഈ പ്രിഫറൻസുകളിൽ സപ്പോസ് 2 പ്രിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. മൂന്നാമതൊരു ഓപ്ഷൻ വന്നാലും ഈ 2 തന്നെ ആയിരിക്കും നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, വേറെ ഒന്നിലേക്കും നമ്മൾ പോവില്ല. According to Keynesian theory, aggregate supply curve assumes a vertical shape after full employment is reached. When the state of full employment is reached, further increase in aggregate demand will be unable to increase employment further since output of goods and service cannot be increased further as no more labor is available. രണ്ടും കറക്റ്റ് ആണ് അല്ലെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കെയ്നീഷ്യൻ തിയറിയിൽ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എപ്പോഴും വെർട്ടിക്കൽ ആയിട്ടാ വരുന്നത്. ആ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ മാക്സിമം പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞു, ഇനി അങ്ങോട്ടേക്ക് ഒന്നും ഇല്ല അല്ലെ. In the presence of negative externality without intervention, free market outcome will result in overproduction and overconsumption. Externality പറയുമ്പോൾ benefit or harm which a firm or an industry may cause to other. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി പറഞ്ഞാൽ പൊല്യൂഷൻ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി വർദ്ധിക്കുകയാണ് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ. ഓവർ പ്രൊഡക്ഷൻ, ഓവർ കൺസംഷൻ മുതലായ പ്രോബ്ലംസിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. The Minimax strategy aims to minimize the maximum possible loss. പല രീതിയിൽ ലോസും പ്രോബ്ലമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ എക്കണോമിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? അതിനെ റെഡ്യൂസ് ചെയ്യുക. In the Keynesian framework, paradox of thrift implies. Right answer C ആണ്. ഇൻഡിവിജ്വൽസ് കൂടുതൽ എന്ത് ചെയ്യുക? സേവ് ചെയ്യാനായിട്ട് ടെംപ്റ്റ് ചെയ്യുക. വേറെ ഒന്നിനെ കുറിച്ചും അവർ കൺസേൺഡ് അല്ല, കൂടുതൽ സേവിങ് ചെയ്യുക എന്നുള്ള. പക്ഷെ അത് പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ സേവിങ് കൂടിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് നടന്നാലല്ലേ എക്കണോമിയിൽ പ്രോഗ്രസ് വരികയുള്ളൂ. അടുത്തത്, അക്കോർഡിംഗ് ടു ISLM മോഡൽ, ക്രൗഡിംഗ് ഔട്ട് ഇസ് മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ വെൻ. റൈറ്റ് ആൻസർ LM കർവ് സ്റ്റീപ്പ് ഓർ വെർട്ടിക്കൽ. ക്രൗഡിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും വെച്ചാൽ പ്രൈവറ്റ് സെക്ടറിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റില്ല. സോ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും വെച്ചാല് അത് എന്തുകൊണ്ടാ? ഈ പബ്ലിക് സെക്ടറിൽ കൂടുതൽ ചെലവുകൾ നടത്തുമ്പോ
അവർക്ക് ഈ ബോറോ ചെയ്ത ഫണ്ട് ഉപയോഗിച്ച് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. സോ അത് പ്രോബ്ലമാറ്റിക് കണ്ടീഷൻസിലേക്ക് നയിക്കുകയും പ്രൈവറ്റ് സെക്ടറിൽ ഡെവലപ്മെന്റ് ഇല്ലാത്ത അവസ്ഥയിലേക്കും വരും. സോ LM കർവ്, LM എന്ന് പറഞ്ഞാൽ മണി മാർക്കറ്റ്, LM കർവ് സ്റ്റീപ്പ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആകും, അതായത് മൂവ്മെന്റ് ഇല്ല. അടുത്ത ചോദ്യം, ആക്സിലറേറ്റർ കോഎഫിഷ്യന്റ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് റെപ്രസെന്റ്സ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് ടു ഔട്ട്പുട്ട്. ആക്സിലറേറ്റർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് അഡീഷണൽ ആയി ക്യാപിറ്റൽ റിസോഴ്സസ് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം എങ്ങനെയാ നമ്മുടെ ഔട്ട്പുട്ടിലെ വേരിയേഷൻ വരുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിച്ച് ഇസ് കൺസിഡർ മോർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ക്യാപ്ചർ മോർ കോംപ്ലക്സ് ഇന്ററാക്ഷൻസ്. ട്രാൻസ്ലോഗ് ആണ് കുറച്ചുകൂടെ നല്ലൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷനായി നമ്മൾ പറയുന്നത് ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ്. എംബോഡി ടെക്നിക്കൽ പ്രോഗ്രസസ് റൈറ്റ് ആൻസർ ബി ആണ്. നമ്മളൊരു പുതിയ ക്യാപിറ്റൽ ഗുഡ് പർച്ചേസ് ചെയ്യുന്നു. സോ അഡ്വാൻസ്മെന്റ് നടത്താൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡെവലപ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് റിസോഴ്സസ് ആവശ്യമാണ്. അപ്പൊ ഈ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കണം, അല്ലെങ്കിൽ ആ റിസോഴ്സസ് ഉപയോഗിച്ചാണ് ഒരുപാട് രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. LES ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ഇസ് ഡിറൈവ്ഡ് ബൈ സ്റ്റോൺ ഗിയറി ആണ്. അദ്ദേഹത്തിന്റെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ് ഡിറൈവ് ചെയ്യുന്നത്. LES എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിഫറൻസ് കർവിന്റെ കോമ്പിനേഷൻസ് ആണ് LES-ല്. പക്ഷെ LES-ല് ഇന്റർ സബ്സ്റ്റിറ്റ്യൂഷൻ, നമുക്ക് ഒന്ന് മറ്റൊന്നിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ള പോസിബിലിറ്റി അവൈലബിൾ അല്ല. പാരഡോക്സ് റെഫേഴ്സ് ടു ഫൈൻഡിങ് റൈറ്റ് ആൻസർ ബി ആണ്. പ്രൈസ് കോമ്പറ്റീഷൻ ആണ്. രണ്ട് ഫേംസ് ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്താ, പ്രൈസിന്റെ ബേസിസിലാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. In the context of principal agent relation, moral hazard can, ഓപ്ഷൻ സി ആണ്, ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാൻ കാർ വിൽക്കാൻ പോവാണെങ്കിൽ എന്റെ കാറിനെ കുറിച്ച് എനിക്കാണ് കൂടുതൽ ബോധമുള്ളത് അല്ലെ മറ്റുള്ളവർക്ക് ഉള്ളതിനേക്കാളും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ജനറലി വരികയാണെങ്കിൽ അതിനെയാണ് പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. Which of the following is a result of free entry and exit in a perfectly competitive market? സി ആണ്, ലോങ് റൺ ഇക്വിലിബ്രിയം, സീറോ അബ്നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. അതായത് ഇപ്പൊ രണ്ട് ഫേംസ് ഉണ്ടെങ്കിൽ ഒരു ഫേം പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഷോർട്ട് റണ്ണിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ലോങ് റണ്ണിൽ പുതിയ പുതിയ ഫേംസ് കടന്നു വരും. ഇനി ഒരു പെർട്ടിക്കുലർ ഫേം ലോസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉള്ളവർ വിട്ടിട്ട് പോകും, കാരണം അവർക്ക് പ്രോമിസിംഗ് ഇല്ല. Which of the following is typically included in the definition of narrow money? Right answer is, ഇവിടെ എന്താണ്, ഇവിടെ നമ്മളോട് നാരോ മണീന്റെ വെർഷനാ. കറൻസി ഇൻ സർക്കുലേഷനും ഡിമാൻഡ് ഡെപ്പോസിറ്റും. കറൻസി ഇൻ സർക്കുലേഷൻ പറഞ്ഞാൽ ഈ ബാങ്ക് നോട്ട്, കോയിൻസ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്. അറേഞ്ച് ദ ഫോളോയിങ് പ്രോഗ്രാംസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. സോ ഇവിടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഉണ്ട്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് ഫെബ്രുവരി 24, 2019 ആണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന ഓഗസ്റ്റ് 28, 2014 ആണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അത് മാർച്ച് 2020 ആണ് വരുന്നത്. ആൻഡ് ബേസിക്കലി പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത് ഇവിടെ ജൂൺ 25, 2015 സോ ഇവിടെ നമുക്ക് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ചോദ്യം, which of the following distinguishes primary deficit from fiscal deficit? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ്. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫിസിക്കൽ ഡെഫിസിറ്റ് ലെസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. നമ്മൾ ഇയർ അറേഞ്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, ആദ്യം വരുന്നത് 2 ആണ്, പിന്നെ നമുക്ക് വരുന്നത് 4 ആണ്, പിന്നെ നമുക്ക് വരുന്നത് ഫസ്റ്റ് ആണ്, പിന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, തേർഡ് വരുന്നത്. അത് വെച്ചിട്ടാണ് അത് പറഞ്ഞത്. അടുത്ത ചോദ്യം, which of the following government policies most directly aimed at achieving vertical equity? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പ്രോഗ്രസീവ് ടാക്സേഷൻ. പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ടാക്സ് പേ ചെയ്യാണ് അല്ലെ. കോൺസെപ്റ്റ് ഓഫ് വാൽറസ് ലോ ഇംപ്ലൈസ്, റൈറ്റ് ആൻസർ എ ആണ്. ഒരു മാർക്കറ്റ്, നമുക്കറിയാം ഒരുപാട് മാർക്കറ്റ് കണ്ടീഷൻസ് എക്കോണമിയിലുണ്ട്. ഒരു മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലായാൽ മറ്റുള്ള മാർക്കറ്റ്സ് എല്ലാം ഇക്വിലിബ്രിയത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. The Skidmore paradox arises because Kaldheim's criteria relies on hypothetical combinations ആണ്, അല്ലെങ്കിൽ കോമ്പൻസേഷൻ ആണ്.
കാൾഡഹിക്സ് ഗെയിനർ ആൻഡ് ലോസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആണ് അല്ലെ, അത് എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയാനായി പറ്റില്ല. The new Keynesian Phillips curve differ from the traditional version by incorporating. Phillips curve റാഷണൽ എക്സ്പെക്ടേഷൻ ഉണ്ട്, അതായത് നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഫ്യൂച്ചർ കൺസിഡറേഷൻ എങ്ങനെയാ, ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം അല്ലെ. Under rational expectation hypothesis, expansionary monetary policy in the short run effect ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ റാഷണൽ എക്സ്പെക്ടേഷൻ എപ്പോഴും പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. റോബർട്ട് ലൂക്കാസ് ആണ് അത് പുട്ട് ഫോർവേഡ് ചെയ്തത്. അവർ പറയുന്നത് എന്താ വെച്ചാൽ there will be no change, there will be no fluctuation എന്ന്. Which of the following factor would not influence money multiplier in the behavioral model? ടാക്സ് റേറ്റ് ഓൺ പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകത്തിന്റെ മുകളിലുള്ള ടാക്സ് ഫ്ലക്ച്വേഷൻസിന് ഇൻഫ്ലുവൻസ് കാണില്ല, കാരണം അത് പേഴ്സണൽ ഇൻകം കുറയല്ലേ ചെയ്യുന്നത്. കുറയുമ്പോ എങ്ങനെ എക്സ്പെൻഡിച്ചർ കൂടുക? ഇറ്റ് വോണ്ട് ടേക്ക് പ്ലേസ്. ബ്രാൻഡർ ക്രുഗ്മാൻ മോഡൽ ഇസ് ബിൽറ്റ് അപ്പോൺ ദ നോഷൻ ഓഫ് ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫ്യൂ സെല്ലേഴ്സ്. Major difference between Kravis theory and HO theory is that Kravis theory എന്തിലാ ഇമ്പോർട്ടൻസ് കൊടുത്തത്? അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ്. നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മാക്സിമം ഗുഡ്സ് ആവശ്യമാണെന്ന കൺസിഡറേഷൻ ആണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Which one of the following is the major effect of stagflation? Stagflation എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ പ്ലസ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള കണ്ടീഷൻ ആണ് അല്ലെ. സ്റ്റാഗ്ഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ അവസ്ഥ ഇല്ലാതാക്കുകയും ചെയ്യും, അതായത് ഇൻഫ്ലേഷൻ പ്ലസ് അൺഎംപ്ലോയ്മെന്റ്. Which of the following describes a situation that is not Nash equilibrium? റൈറ്റ് ആൻസർ ഡി ആണ്. അതായത് ഒരു പ്ലെയറിന് പോലും, ഇപ്പൊ നാഷ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. ചാൻസസ് ഇവിടെ ചോദിച്ചത് നാഷ് ഇക്വിലിബ്രിയം ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു പ്ലെയറിന് പോലും, ഇവിടെ നാഷ് ഇക്വിലിബ്രിയം പറഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റാ, ഇനി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് ഇല്ല അല്ലെ. സോ എല്ലാവരും ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോൾവിംഗ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സ്ലാക്ക് വേരിയബിൾസ് ആണ്. റൈറ്റ് ആൻസർ ബി ആണ്. നമ്മളൊരു ഇക്വേഷൻ എഴുതുമ്പോൾ ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന നൊട്ടേഷൻ വന്നാൽ അവിടെ ആ ഇക്വേഷനെ അറേഞ്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലാക്ക് വേരിയബിൾസ് ആണ്. Which one of the following is a discrete probability distribution? Right answer Poisson distribution ആണ്. നോർമലും കൈയും സ്റ്റുഡന്റും ഒക്കെ കണ്ടിന്യൂസ് ആണ്. In a binomial distribution, which of the following is true? സി ആണ്. നമുക്ക് രണ്ട് ഔട്ട്കം ഉള്ളത്, സക്സസ് ഫെയിലിയർ എന്ന് പറഞ്ഞ് രണ്ട് ഔട്ട്കം വെച്ചിട്ടാണ് നമ്മൾ അതിനെ മെർജ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ മീൻ ഈക്വൽ ടു, റൈറ്റ് ആൻസർ 0 ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് എന്നാണ് വരുന്നത് അല്ലെ. Which of the following statement about chi-square test is not correct? chi-square test എന്ന് പറയുന്നത് ഒരു നോൺ പാരാമെട്രിക്കും പാരാമെട്രിക്കും കൂടി ചേർന്നതാണ്. പാരാമെട്രിക് മീൻസ് പോപ്പുലേഷൻ, നോൺ പാരാമെട്രിക് സാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ്. In hypothesis testing, probability of correctly rejecting a false hypothesis, null hypothesis is power of a test. നമ്മൾ റിസർച്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് നൾ ഹൈപ്പോത്തസിസും ഉണ്ട് ഓൾട്ടർനേറ്റീവും ഉണ്ട് അല്ലെ. അപ്പൊ നൾ ഹൈപ്പോത്തസിസ് സപ്പോസ് ശരിയാണ്, അതിനെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് 1 ഇറർ. നൾ ഹൈപ്പോത്തസിസ് തെറ്റാണ്, അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് 2 ഇറർ. നൾ ഹൈപ്പോത്തസിസ് തെറ്റാ, അതിനെ റിജക്ട് ചെയ്തു, ദാറ്റ് ഇസ് പവർ ഓഫ് എ ടെസ്റ്റ്. Which of the following is a consequence of auto correlation? റൈറ്റ് ആൻസർ രണ്ടും വരും. ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് പരസ്പരം ബ്ലെൻഡ് ചെയ്ത് കിടക്കുക. അൺബയസ്ഡ് ആയിരിക്കും, കാരണം നമ്മൾ മനഃപൂർവ്വം എടുക്കുന്നതല്ലല്ലോ. അതേപോലെ സ്റ്റാൻഡേർഡ് ഇറേഴ്സ് കൂടും, കാരണം ഒരേ ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ എടുത്തിട്ടാണ് നമ്മൾ അവിടെ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. If the Bruce-Paget test statistics is significant, it includes heteroscedasticity. നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് they will be associated with each other. Where do economists use shadow prices? അതായത് ചിലപ്പോൾ നമ്മൾ ചില പ്രോപ്പർട്ടി പ്രൈസുകളൊക്കെ സ്ഥലത്തിന്റെ വാല്യൂ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റില്ല മോണിറ്ററി യൂണിറ്റിൽ. അപ്പോഴാണ് നമ്മൾ ഷാഡോ പ്രൈസ് ഉപയോഗിക്കുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ചില അസറ്റ്സിന്റെ ഒന്നും വാല്യൂ നമുക്ക് കൃത്യമായി പ്ലഗ് ഇൻ ചെയ്യാൻ സാധിക്കില്ല. ലിക്വിഡിറ്റി ട്രാപ്പ് ഇൻ കെയ്നീഷ്യൻ തിയറി, ഓപ്ഷൻ സി ആണ്.
മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആയിരിക്കും. കാരണം എന്താ, പീപ്പിൾ ബിക്കം അബ്സേർഡ് ഇൻ ദ സെൻസ് ദാറ്റ് പീപ്പിൾ വിഷ് ടു ഹോൾഡ് മോർ ക്യാഷ് ഇൻ ദിയർ ഹാൻഡ്സ് റാദർ ദാൻ മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ്. In a Keynesian open economy model, expansionary fiscal policy leads to currency appreciation. അതായത് എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ടാക്സ് കുറയ്ക്കുക, എക്സ്പെൻഡിച്ചർ കൂട്ടാം. അപ്പം ഒരുപാട് എക്സ്പെൻഡിച്ചർ വരുമ്പോ പൈസയുടെ മൂല്യം ഇങ്ങനെ വർദ്ധിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലെ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്സ് കുറയും. For any set of positive real number, relationship എന്താ? That's a plain question. Arithmetic mean is greater than, geometric mean is greater than, harmonic mean അല്ലേ. Elasticity substitution in CS production function. Right answer 1/1 minus P ആണ്. Constant elasticity substitution ആണ് CS production function. The concept of responsible tourism. കേരള ടൂറിസം പോളിസിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നെഗറ്റീവ് ആയിട്ടുള്ള എൻവിറോൺമെന്റൽ, സോഷ്യൽ, കൾച്ചറൽ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യുക, എക്കണോമിയെ പ്രോസ്പെറിറ്റിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യൻ റുപ്പീ ഈസ് ഫുള്ളി കൺവേർട്ടബിൾ ഓൺ ദ കറന്റ് അക്കൗണ്ട് സിൻസ് ഓഗസ്റ്റ് 1994 നമുക്ക് ഒരു ഫുള്ളി കൺവേർട്ടബിൾ കറന്റ് അക്കൗണ്ടിൽ പറ്റും, ക്യാപിറ്റൽ അക്കൗണ്ടിൽ പറ്റില്ല. The Make in India initiative primarily focus on domestic manufacturing importance കൊടുക്കുക, മുന്നോട്ടേക്ക് സഞ്ചരിക്കുക, മാക്സിമം പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ജനറലി ഇതിന്റെ കണ്ടീഷൻ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100 MCQ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും വ്യക്തമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സോ ഇന്റർവ്യൂയിൽ ഓൾറെഡി തന്നെ കോഴ്സസ് റണ്ണിങ് ആണ്. നിങ്ങൾക്കറിയാം നമുക്കൊരു HSST അല്ലെങ്കിൽ VHSC അധ്യാപകരാവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫയിങ് എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സെറ്റിന്റെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ഓൾ.